പക്ഷേ തൊട്ടടുത്ത ബംഗ്ലാദേശിൽ നടക്കുന്ന നമ്മൾ കണ്ടു. 7 വയസ്സുകാരിയെ ചുട്ടുകൊള്ളുന്നു, 14 വയസ്സുകാരിയെ ചുട്ടുകൊല്ലുന്നു. ആക്രമണം എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ ഇവിടെ തുല്യമാണെന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ പോയി മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. അതെ, മൃഗങ്ങൾ ചെയ്യാറില്ല, ഇത്രയും ചെയ്ത് മനുഷ്യ ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിൽ ഇത്രയും ഉണ്ടെന്ന് നമ്മൾ ചെയ്യും. അതുപോലെ വൃത്തികെട്ട ഗോത്ര കലാപങ്ങളെ ലജ്ജിപ്പിക്കുന്ന തരത്തിൽ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന, അത്രയും ക്രൂരമായ ആക്രമണങ്ങൾ ഇന്ത്യയിൽ കേരളത്തിലും ഒക്കെ നടത്തിയ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടന, ആ സംഘടന നിരോധിച്ചു. ഇന്ത്യ നിരോധിക്കാതെ രക്ഷയില്ല എന്ന് വന്നപ്പോൾ നിരോധിച്ചു. തലയെടുക്കാനും ജീവനെടുക്കാനും ഇതിൻ്റെ ഒരു സംഘടന ഇന്ത്യയിൽ ആവശ്യമില്ല. സമാധാനത്തിൻ്റെ ഭൂമിയായ ഇന്ത്യയിൽ ആവശ്യമില്ല. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഘടനയെ നിരോധിച്ചു കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞു, എല്ലാ തെളിവുകളോട് കൂടിയാണ് ഇത് ചെയ്തത്. അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഭരണഘടന അനുസരിച്ച്, ജനാധിപത്യ രാജ്യം. ഇപ്പോൾ ജാമ്യം വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടുക 2047 മന്ത്രിസഭ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഇത് ജാമ്യം ചോദിക്കുന്നത്? ഞാൻ ജാമ്യം ചോദിക്കുന്നത് അവർ ജാമ്യം ചോദിക്കുന്നതിൽ അതിന്റെ പിന്നിൽ കുറേയധികം കാര്യങ്ങൾ ആ ജാമ്യം ചോദിക്കുന്ന സന്ദർഭത്തിൽ കോടതിയിൽ വെളിപ്പെട്ടിരിക്കുകയാണ്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് യഥാർത്ഥത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെന്ന് പല കോണുകളിൽ നിന്ന് പോലീസിന്റെ രഹസ്യ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ഇതൊരു സാമൂഹ്യ സംഘടനയാണ്, സാംസ്കാരിക സംഘടനയാണ്, രാഷ്ട്രീയ സംഘടനയാണ് തുടങ്ങി പല പല മാനദണ്ഡങ്ങളിൽ വെച്ചാണ് അവർ അളന്നുകൊണ്ടിരുന്നത്. പിന്തുണയ്ക്കാൻ പത്രവും TV-യും എല്ലാം ഉണ്ടായിരുന്നു. അവർ ചാനൽ ഉണ്ടാക്കി, പത്രം ഉണ്ടാക്കി, എല്ലാം സാമൂഹ്യ സാംസ്കാരിക രംഗത്തെല്ലാം അവർ ഒരു ഫേക്ക് ഐഡന്റിറ്റിയിൽ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഒരു രീതി അത് ഇത്ര ഭീകരമാണ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് വെളിച്ചത്ത് വരുന്നത് ഇവരെ പിടിച്ചതിന് ശേഷമാണ്. അതിനു മുമ്പ് ഇത്രയും വലിയൊരു മീനിനെയാണ് പിടിക്കുന്നൊരു ധാരണയില്ലായിരുന്നു. ഇവര് 1994 NDF എന്നും പറഞ്ഞ് ഒരു സംഘടന ഉണ്ടാക്കി. ഇവരുടെ ആ NDF എന്ന് പറയുന്ന സംഘടന ഏകദേശം 2007 നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട്, നാഷണൽ ഡെവലപ്മെന്റ് അങ്ങനെയാണ്. ഡെമോക്രസി അവർക്ക് സ്വാഭാവികമായിട്ട് നമ്മളത് സെക്യുലറിസം ഇത് രണ്ടും കണ്ടുകൂടാ. ഇല്ല, ഡെവലപ്മെന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ നാഷണലും എന്ന് പറയുന്ന സാധനം ഒരു എന്താ പുകമറയ്ക്ക് അപ്പുറം നിർത്താൻ വേണ്ടി പറഞ്ഞൊരു വാദ്യമാണ്. ഡെവലപ്മെന്റ് എന്നുള്ളതിൽ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യുക, അത് ഏത് രീതിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീവ്രവാദത്തിലേക്ക് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് അവരുടെ പ്രവർത്തനം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ സംഘടന അതിന് 2007 പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞ് എസ്റ്റാബ്ലിഷ്ഡ് ആയി. NDF-ന്റെ കീഴിൽ ഒരു രാഷ്ട്രീയ സംഘടന എന്ന രീതിയിലാണ് ഇത് പിന്നീട് വരുന്നത്. പക്ഷേ ഈ 94 മുതൽ ഇതിന്റെ പ്രവർത്തനം പഠിക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. ഇവർ 10-12 വർഷം അണ്ടർഗ്രൗണ്ടിൽ, അതായത് ഗ്രൗണ്ട് വർക്ക് നടത്തി എല്ലാ സന്നാഹങ്ങളും തയ്യാറാക്കിയിട്ടാണ് ഇവരുടെ രാഷ്ട്രീയ മുഖം വെളിവാക്കുന്നത്. അപ്പൊ NDF എന്നൊക്കെ പലയിടത്തും കണ്ടിട്ടുണ്ട്. NDF എഴുതി വെക്കുന്നു, RSS എവിടെയെങ്കിലും കണ്ടാൽ അപ്പൊ തന്നെ NDF എന്ന് പറഞ്ഞ് എഴുതി വെച്ച് പ്രതിരോധമൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ആരാണ്, എന്താണ്, എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടെ. ഒരു സംഭവം ഉണ്ടായി. അതായത് ഒരു വ്യക്തിയെ, എനിക്ക് നേരത്തെ അറിയാവുന്നൊരു കാര്യം കൂടെ, ഒരു വ്യക്തിയെ ഒരു ATM വന്ന കാലഘട്ടമാണ്, തകർക്കാനുള്ള ശ്രമത്തിനിടയിൽ പിടികൂടി. കുപ്രസിദ്ധനായ ഒരു മോഷ്ടാവോ അല്ലെങ്കിൽ ക്രിമിനലോ എന്നൊക്കെ പറയാവുന്ന ഒരാൾ, അറിയാവുന്ന ആളാണോ അയാൾ എനിക്ക് അറിഞ്ഞു. പക്ഷെ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടു. അപ്പൊ ഈ പയ്യൻ ഒളിവിൽ പോയപ്പോൾ ഒരു സുഹൃത്ത് മുഖാന്തരം ഒരു കോടതിയിൽ നിന്ന് നമുക്ക് ജാമ്യം കിട്ടുമോ എന്നൊരു ചോദ്യം, നമുക്ക് പറ്റിയ വക്കീലുണ്ടോ. അപ്പൊ ഭാഗ്യവശാൽ നല്ല സാമൂഹ്യ സ്വാധീനമുള്ള, രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു ബന്ധു മുഖാന്തരം ഞാൻ സ്വാഭാവികമായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യല്ലോ, കൊടുത്തു. അപ്പോൾ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ചെന്ന് കാണുന്നു. കണ്ടിട്ട് ഈ കേസ് സെറ്റിലാക്കണം, ഇവർക്ക് പോലീസ് സ്റ്റേഷൻ വഴി സെറ്റിലാക്കണം. അപ്പോൾ DSP റാങ്കിലുള്ള ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ കാണുന്നു. അന്നത്തെ കാലത്ത് അവർ കൊണ്ടുവരുന്നത് ഈ ഉദ്യോഗസ്ഥന് കൊടുക്കാൻ വേണ്ടി 1.5 ലക്ഷം രൂപയാണ്. അത് ശരി, 1.5 ലക്ഷം രൂപ കൈക്കൂലി കൊടുക്കാൻ. പക്ഷെ 50,000 വാങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര അത്ഭുതം. അതിനുശേഷം അയാൾക്ക് കേസ് ഒതുക്കി. അതിനുശേഷം നേരെ പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് കയറി. അതൊരു സ്റ്റാർ ഹോട്ടലില്ല. പക്ഷെ സ്റ്റാർ ഹോട്ടലിൽ കയറിയപ്പോൾ 3-4 പേര് അങ്ങോട്ട് കയറുന്നില്ല. അതായത് അതിന്റെ ബാർ ഏരിയയിലേക്കാണ് പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ മദ്യപിക്കാത്ത ഒരാളാണ്, ഞാനും മാറുന്നത്. അപ്പൊ ഈ മാറുന്നവരോട് ഞാൻ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് മദ്യം ഹറാമാണെന്നാണ് പറയുന്നത്. അത്ര തീവ്രമായിട്ട്
മതവിശ്വാസമുണ്ട്. ഇത് ഞാൻ ഈ പറയുന്നതിന്റെ ട്വിസ്റ്റ് ഇവിടെയാണ്. പോകാൻ നേരത്ത് ഇവരെനിക്ക് ഒരു നമ്പർ തന്നു. ഞാൻ അവരെ സഹായിച്ച ആളാണ്. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് അവരെന്നെ ബന്ധപ്പെടുന്നത്. നമ്പർ തന്നിട്ട് പറഞ്ഞ് കേരളത്തിൽ എവിടെയും എന്താവശ്യമുണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിക്കുക, 10 മിനിറ്റിനുള്ളിൽ ഞങ്ങളുടെ ആൾക്കാർ വരും. അത് ശരി. കേരളത്തിനുള്ളിൽ എവിടെയും. അതായത് ഇതൊരു 2000 കാലഘട്ടമാണത്. 2005 മുൻപാണ്. അപ്പൊ ഇപ്പോഴാണെങ്കിൽ 10 മിനിറ്റ് വേണ്ട, 2 മിനിറ്റ് മതി. അപ്പൊ അന്ന് അവർ ഈ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചിരുന്ന സമയത്ത് അവർക്ക് സാറ് പറഞ്ഞ പോലെ 10 മിനിറ്റ് വേണമായിരുന്നു കേരളത്തിൽ എവിടെയും. പക്ഷെ സംഘടന ഏതാണെന്ന് എന്നോട് പറഞ്ഞില്ല. കാരണം ഞാൻ സഹായിച്ചു, പ്രതിപകാരം എന്ന രീതിയിലാണ് പറഞ്ഞത്. അത് കഴിഞ്ഞു പോയി. എന്നാൽ അതിന് മുൻപ് ഒരു സംഭവം ഉണ്ടായി. അത് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. സാറും ഒക്കെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. മലപ്പുറം പ്രദേശങ്ങളിൽ വ്യാപകമായിട്ട് സിഗരറ്റ് ബോംബുകൾ എന്ന് പറഞ്ഞൊരു സാധനം പ്രയോഗിച്ചത് കേട്ടിട്ടുണ്ടോ? മലപ്പുറത്തെ തിയേറ്ററുകളെല്ലാം ഒരു രാത്രിയിൽ കത്തിയമരുന്നു, മിക്കവാറും തിയേറ്ററുകളിൽ. അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇതിന്റെ ഉറവിടം പിന്നെ അത് ഉടനെ ഒന്നും കണ്ടുപിടിച്ചില്ല, എന്താണെന്ന് പോലും മനസ്സിലായില്ല. പിന്നീട് മനസ്സിലായിരുന്നു സിഗരറ്റ് ബോംബുകൾ. അതായത് തീപ്പെട്ടിയിൽ ഒരു തീപ്പെട്ടി തുറന്നു വെക്കുന്നു, അതിന്റെ മരുന്നുള്ള കൊള്ളികളുടെ ഭാഗം, എന്നിട്ട് ഒരു സിഗരറ്റ് കത്തിച്ചിട്ട് അതിന്റെ പകുതി വന്നാൽ ഇതിലേക്ക് കത്തുപിടിക്കുന്ന രീതിയിൽ ഈ തിയേറ്ററിന്റെ ഭാഗത്ത് കത്തുപിടിക്കാവുന്ന സ്ഥലത്ത് സെക്കൻഡ് ഷോക്ക് ശേഷമാണ്. എന്നിട്ട് ഇവര് പോയി ഇത് കത്തി വരാനായിട്ട് എങ്ങനെയാണെങ്കിലും ഒരു 10 മിനിറ്റെങ്കിലും എടുക്കുമല്ലോ, അല്ലെ 15 മിനിറ്റ് എടുക്കും. ആ സമയം കൊണ്ട് താനെ തീ പിടിക്കുകയാണ്. സെക്കൻഡ് ഷോ കഴിഞ്ഞാൽ എല്ലാവരും പോകുന്ന സമയം നോക്കി ഇവരിത് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിലും ആരുമില്ല, പ്രദേശത്തും ആരുമില്ല. തിയേറ്റർ കത്തിയതിനു ശേഷമേ ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെടുകയുള്ളൂ. ഓക്കെ, ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തുടങ്ങിയ കത്തുന്ന സാധനത്തിന്റെ അടുത്തായിരിക്കും തീപ്പെട്ടി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് തീ പിടിക്കുക. അപ്പൊ തുണി വല്ലതും ഉണ്ടെങ്കിൽ മതിയല്ലോ, തീ ഉറപ്പാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇവർ ചെയ്തിരുന്നു. ഇതുകൂടാതെ ഇവർക്കൊരു റിക്രൂട്ട്മെന്റ് രീതി ഉണ്ടായിരുന്നു. അതായത് സാധാരണ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഈ മതപരമായ കുറേയേറെ സമ്മേളനങ്ങളും ഇതൊക്കെ നടക്കാറുണ്ട്. ഇത് നടക്കുന്നതിനിടയിൽ ഇതിനോട് കൂടുതൽ താല്പര്യമുള്ള ആൾക്കാരെ ഇവർ ശ്രദ്ധിച്ചിട്ട് അവരോട് പറയും, ഇതിന്റെ ഒരു അഡ്വാൻസ് ലെവലിലുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്, ഇന്ന സ്ഥലത്ത് വരണമെന്ന് പറയും. അപ്പോൾ ആ സ്ഥലം എന്ന് പറയുന്നത് ഒരു 3 സ്ക്രീനിങ്ങിനുള്ളിലായിരിക്കും. അതായത് അങ്ങോട്ട് പോകുന്ന ആൾക്കാരുടെ മൊബൈലുള്ളവരാണെങ്കിൽ മൊബൈൽ മാറ്റി വെക്കുക, അതേപോലെ തന്നെ അവരുടെ ചെരുപ്പ് പ്രത്യേക സ്ഥലത്ത് ഇടുക. അവിടെ ആൾക്കൂട്ടം ഉണ്ടായെന്ന് തോന്നാത്ത രീതിയിൽ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറയും. അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ ഇന്ന സ്ഥലത്തേക്ക് പോകാൻ പറയും. അപ്പം ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തിട്ട് ഘട്ടം ഘട്ടമായിട്ടൊരു ക്രൗഡിനെ ഒരു അടഞ്ഞ കേന്ദ്രത്തിൽ ശേഖരിക്കുന്നു. എന്നിട്ട് അവിടെ വെച്ച് ഒരല്പം നമ്മൾ പീഡിതരാണ്, ദുഃഖിതരാണ്, നമ്മൾ അക്രമത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ അത് നടന്നു, ഇവിടെ നടന്നു, മറ്റത് കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ പോയാൽ നമുക്ക് രക്ഷയില്ല തുടങ്ങി യുവാക്കളെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരിലേക്ക് ഇൻജക്ട് ചെയ്യും. മസ്തിഷ്ക പ്രശ്നം. ആ ബ്രെയിൻ വാഷിന് ശേഷം ഇവർക്ക് അടുത്ത സ്റ്റെപ്പ് കൊടുക്കും. ഇതിന്റെ അഡ്വാൻസ് ക്ലാസ്, ഇതിനേക്കാൾ കൂടുതൽ വിശദീകരിച്ച് കാര്യങ്ങൾ പറയാനുള്ള ക്ലാസ്സിലേക്ക്, അപ്പോഴൊന്നും വേറൊന്നും പറയുന്നില്ല കേട്ടോ, ഇതേ പറയുന്നുള്ളൂ, ഇതിലേക്ക് വരാൻ താല്പര്യമുള്ളവരെ വരണമെന്ന് പറയും. ഇങ്ങനെ അവരെ വിളിച്ച് ഈ ഘട്ടം ഘട്ടമായിട്ട് ഇവരെ സ്ക്രീൻ ചെയ്ത് ഫിൽട്ടർ ചെയ്താണ് ഈ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവന്നാണ് കേരളത്തിലെമ്പാടും 10 മിനിറ്റിനുള്ളിൽ എത്തുന്ന ഒരു സേനയെ അന്ന് രൂപീകരിച്ചിരുന്നത്. സാർ, ഇവർക്ക് രഹസ്യാന്വേഷണ സംവിധാനങ്ങളുണ്ടായിരുന്നു. നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ചിനെ പോലും കബളിപ്പിച്ചുകൊണ്ട് ഏതൊരു പൊതു ഫംഗ്ഷനിലും കേരളീയ വസ്ത്രം, കസവ് വേഷ്ടി ധരിച്ചുകൊണ്ട്, സാധാരണ ഷർട്ടും ധരിച്ചുകൊണ്ട്, മാന്യത തോന്നിക്കുന്ന വസ്ത്രം ധരിച്ച് ഒരാൾ അവിടെ നിന്ന് ആ മീറ്റിങ്ങിൽ എന്തൊക്കെയാണ് സംസാരിച്ചത്, ആരൊക്കെയാണ് അവിടെ പ്രഭാഷണം നടത്തിയത്, എത്ര ആൾക്കാരുണ്ടായിരുന്നു, ഏത് വിഭാഗം ആൾക്കാരാണ് ഉണ്ടായത്, സംഘാടകരാരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത് ഇവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് കൊടുത്തുകൊണ്ടിരുന്നു. ഇത്തരം കാര്യങ്ങൾ നിരന്തരം ആൾക്കാരെ വെച്ച് നടത്തി. കൂടാതെ മത്സ്യ കച്ചവടക്കാർ, തട്ടുവണ്ടി കച്ചവടം, പഴം കച്ചവടക്കാർ, അതോടൊപ്പം തന്നെ അത്തർ കച്ചവടക്കാർ. ഇപ്പൊ അത്തർ കച്ചവടക്കാരെ അധികം കാണുന്നില്ലല്ലോ. ഉണ്ട്, ഇപ്പോഴും പഴയ കച്ചവടം നടക്കുന്നില്ല. അതായത് വഴിയിൽ ഇതെന്ന് വെച്ചാൽ ഈ കച്ചവടമൊക്കെ ഒരു മറയാണ്, അവർക്ക് വരുമാന മാർഗമാണ്. പക്ഷെ ഇതിന്റെ പിന്നിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഇവരുടെ സാന്നിധ്യം ഉറപ്പാക്കുകയാണ്. എന്തൊരു സംഭവം ഉണ്ടായാലും ഇവരുടെ പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള പോസ്റ്റിങ്ങുകളായിരുന്നു അതെല്ലാം. പിന്നെ അതോടൊപ്പം തന്നെ പാകിസ്ഥാനിൽ നിന്ന് വന്നിരുന്ന നോട്ടുകളുടെ വിതരണ ശൃംഖല ഏറ്റെടുക്കുക. അതിൽ കൊടുക്കുന്നത് മുസ്ലിങ്ങൾക്ക് തന്നെയുള്ളവരിൽ മദ്യപിക്കാത്ത ആൾക്കാർക്ക് പണം കൊടുക്കും.
കാരണം മദ്യപിച്ചാൽ ഇവൻ ഈ കാര്യം വിളിച്ചെത്ത് പറയും. പലരും മദ്യപിക്കുന്നവരുണ്ടല്ലോ. അപ്പൊ മദ്യപിക്കാത്ത ആൾക്കാരുടെ കയ്യിലേക്ക് പണം എത്തിക്കുക തുടങ്ങിയ നിരവധിയായ വിധ്വംസക പ്രവർത്തനങ്ങൾ ഇവർ നടത്തിയിരുന്നു. തീർച്ചയായിട്ടും 2000-ന്റെ നോട്ട് നിരോധിക്കാനുണ്ടായ പ്രധാന കാരണം ഇത് തന്നെയാണ്. ആ ഒരു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കുക, അതിനുവേണ്ടിയായിരുന്നു. അത് പൊളിച്ചടക്കിയത് നരേന്ദ്രമോദിയുടെ നോട്ട് നിരോധനമാണ്. ഇപ്പോഴും അതിന്റെ അത് ഭയങ്കര എഫക്ട് ചെയ്തു. അതെ, 2022 ഇവരെ നിരോധിച്ചല്ലോ, ഇവരെ ആൾക്കാരെ പിടിക്കുകയൊക്കെ ചെയ്തല്ലോ. ഇപ്പൊ ഈ പിടിക്കൊക്കെ ചെയ്യുന്ന സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എയർഫോഴ്സ് ഉൾപ്പെടെ റെഡിയായിരുന്നു എന്നുള്ളതാണ്. നാവികസേന റെഡിയായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ശക്തമായ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇവരുടെ കയ്യിൽ നാടൻ ബോംബുകൾ, ആയുധങ്ങൾ, സ്ഫോടക വസ്തുക്കൾ തുടങ്ങിയ അതുപോലെ മാരകായുധങ്ങളൊക്കെ ഇവർ ശേഖരിച്ചിരുന്നു എന്നുള്ളത്. അപ്പൊ ഇതെല്ലാം വെച്ചുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്തപ്പോൾ നിരന്തരമായിട്ട് ഇവർ ജാമ്യാപേക്ഷ കൊടുക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെയാണ് പാട്യാല ഹൗസ് കോടതിയാണ് ഇത് കേൾക്കുന്നത്. അവർ ജാമ്യാപേക്ഷ കൊടുത്തപ്പോൾ നമ്മുടെ സോളിസിറ്റർ ജനറൽ ഉന്നയിച്ച വാദം എന്താണെന്നറിയാവോ? അതായത് ഇവര് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഒരു ടെൻഷൻ ഉണ്ടാകുമ്പോൾ, ഒരു യുദ്ധ സമാനമായ അന്തരീക്ഷമോ യുദ്ധമോ ഉണ്ടാകുമ്പോൾ സേനയുടെ മൊത്തം ശ്രദ്ധ നോർത്തിലായിരിക്കും. ആ സമയത്ത് കേരളം ഏകദേശം പൂർണ്ണമായും തമിഴ്നാടിന്റെയും കർണാടകയുടെയും കുറച്ച് ഭാഗങ്ങൾ കൂടെ ചേർത്ത് പിടിച്ചെടുക്കുവാൻ വേണ്ടിയായിരുന്നു ഇവർ പ്ലാൻ ഇട്ടിരുന്നത്. അതിന്റെ എല്ലാ റെക്കോർഡുകളും കോടതിയിൽ ഹാജരാക്കിക്കൊണ്ടാണ് ജാമ്യം കൊടുക്കരുതെന്ന് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. വെരി ഗുഡ്. ഓക്കെ, ഇത് വളരെ തീർച്ചയായിട്ടും നമുക്കിതൊരു സാധനാ പാഠം തന്നെയാണ്. ഇങ്ങനെയാണ് രാജ്യത്തിനകത്തിരുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പുറത്ത് പത്തിയും പിന്നിൽ കത്തിയുമായിട്ടുള്ള ആൾക്കാർ വരുന്നത്. ജാഗ്രത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.